ഭഗവാൻ ജഗന്നാഥന്റെ ദിവ്യായുധമായ സുദർശന ചക്രം നൂറ്റാണ്ടുകളായി ഇന്നും ഭൂമിയിൽ ഭക്തർക്കും ആ പുണ്യക്ഷേത്രത്തിനും കാവലായി നിലകൊള്ളുന്നു. നിങ്ങൾ എവിടെ നിന്ന് നോക്കിയാലും നിങ്ങളെ തന്നെ നോക്കി തലയുയർത്തി നിൽക്കുന്ന സുദർശന ചക്രം, കടൽ തീരത്തെ പ്രളയക്കാറ്റിനെയും തോൽപ്പിച്ച് അചഞ്ചലമായി നിൽക്കുന്ന അത്ഭുത ശക്തി. പുരിയിലെ നീൽ ചക്രത്തിന്റെ അത്ഭുതവും രഹസ്യവും നിറഞ്ഞ കഥ. ഭാരതത്തിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിലൊന്നാണ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം. ഇവിടെ ഭഗവാൻ ജഗന്നാഥൻ തന്റെ സഹോദരൻ ബലഭദ്രനോടും സഹോദരി സുഭദ്രയോടുമൊപ്പം കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് അതിന്റെ മുകളിൽ തിളങ്ങി നിൽക്കുന്ന നീൽ ചക്രം. ഇത് വെറുമൊരു ചക്രമല്ല, ഭഗവാൻ ജഗന്നാഥന്റെ ദിവ്യായുധമായ സുദർശന ചക്രമാണ് എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഈ ചക്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഭക്തിയിലും അത്ഭുതത്തിലും നിറയും. വിഷ്ണു ഭഗവാന്റെ കൈകളിലുള്ള സുദർശന ചക്രം ദുഷ്ടരെ നിഗ്രഹിച്ച് ശിഷ്ടരെ പരിപാലിക്കുന്ന ഒന്നാണ്. പുരി ക്ഷേത്രത്തിലെ നീൽ ചക്രം ഈ സുദർശന ചക്രത്തിന്റെ പ്രതിരൂപമാണ്. ക്ഷേത്രത്തെയും ഭക്തരെയും ദുരിതങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ഭഗവാൻ സ്ഥാപിച്ചതാണ് ഈ ചക്രം എന്ന് വിശ്വസിക്കപ്പെടുന്നു. നഗരത്തിൽ എവിടെ നിന്ന് നോക്കിയാലും നീൽ ചക്രം നമ്മെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നും. ഇത് ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തരെ ശ്രദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയായി ഭക്തർ കാണുന്നു. ഓരോ ദർശനത്തിലും ഭക്തർക്ക് ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചറിയാൻ ഈ ചക്രം സഹായിക്കുന്നു. അഷ്ടധാതു 8 വിശുദ്ധ ലോഹങ്ങൾ ചേർത്ത് നിർമ്മിച്ച ഈ ചക്രത്തിന് ദിവ്യമായ ഊർജ്ജമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവാന്റെ ശക്തിയും അനുഗ്രഹവും ഈ ചക്രത്തിലൂടെ ക്ഷേത്രത്തിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും വലിയൊരു ചക്രം എങ്ങനെയാണ് ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ചത് എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. ഏകദേശം 2000 കിലോഗ്രാമിലധികം ഭാരമുണ്ട് ഈ ചക്രത്തിന്. ഇന്നത്തെ കാലത്ത് പോലും ഇത്രയും ഉയരത്തിൽ ഒരു ഭാരമേറിയ വസ്തു സ്ഥാപിക്കാൻ വലിയ യന്ത്രങ്ങൾ വേണം. എന്നാൽ 800 വർഷങ്ങൾക്ക് മുമ്പ് യന്ത്രങ്ങൾ പോലും ഇല്ലാത്ത കാലത്ത് ഇതെങ്ങനെ മുകളിൽ എത്തിച്ചു എന്നത് ഭഗവാന്റെ അത്ഭുത ലീലയായി ഭക്തർ കരുതുന്നു. പൂർവികരുടെ അറിവും ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയും ചേർന്നപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് വേണം പറയാൻ. ഏകദേശം 214 അടി ഉയരത്തിലാണ് ഈ ചക്രം നിലകൊള്ളുന്നത്. ക്ഷേത്രം പണിത ശില്പികളുടെ ഭഗവാനോടുള്ള ഭക്തിയും സമർപ്പണവുമാണ് ഇത്തരം കാര്യങ്ങൾ സാധ്യമാക്കിയത്. പുരി കടൽ തീരത്തായതുകൊണ്ട് എപ്പോഴും ശക്തമായ കാറ്റുണ്ടാകാറുണ്ട്. എന്നിട്ടും ഈ ചക്രം തലമുറകളായി ക്ഷേത്രത്തിന് മുകളിൽ ഇളകാതെ നിൽക്കുന്നു. ഇത് ഭഗവാൻ ജഗന്നാഥന്റെ ശക്തിയല്ലാതെ മറ്റെന്താണ്? ചക്രത്തിന് നടുവിൽ സുഷിരങ്ങൾ ഉള്ളതുകൊണ്ട് ശക്തമായ കാറ്റ് അതിലൂടെ കടന്നു പോകുന്നു. ഇത് ക്ഷേത്രത്തിന് മേലുള്ള കാറ്റിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നു. ഇത് ഭഗവാൻ ജഗന്നാഥൻ തന്നെ തന്റെ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ഒരുക്കിയ ശക്തിയായി ഭക്തർ കരുതുന്നു. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സിമന്റോ മറ്റോ ഉപയോഗിച്ചല്ല, കല്ലുകൾ പരസ്പരം കോർത്തു ചേർത്താണ്. നീൽ ചക്രത്തിന്റെ വലിയ ഭാരം താഴെയുള്ള കല്ലുകളെ ഒരുമിച്ച് നിർത്തി ക്ഷേത്ര ഗോപുരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഭഗവാന്റെ ചക്രം സ്വന്തം ഭാരം കൊണ്ട് ക്ഷേത്രത്തെ താങ്ങി നിർത്തുന്നു എന്ന് സങ്കല്പിക്കുന്നത് പോലും ഭക്തി നിർഭരമാണ്. നീൽ ചക്രം വെറുമൊരു ചക്രം മാത്രമല്ല, ഭഗവാൻ ജഗന്നാഥന്റെ അനന്തമായ ശക്തിയുടെയും ഭക്തവാത്സല്യത്തിന്റെയും പ്രതീകം കൂടിയാണ്. ഈ ചക്രം കാണുമ്പോൾ ഓരോ ഭക്തന്റെയും ഉള്ളിൽ ഭക്തിയുടെ തിരമാലകൾ ഉയരുന്നു. ജഗന്നാഥ ഭഗവാന്റെ സുദർശന ചക്രവുമായി ബന്ധപ്പെട്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ജഗന്നാഥ് ടൈപ്പ് ചെയ്യൂ. ജയ് ജഗന്നാഥ്. രാധേ രാധേ.